വാർത്തകൾ തുടരുന്നു. നടൻ ഷെയ്ൻ നിഗത്തെ സിനിമാ സംഘടനകൾ വിലക്കാനിടയായ കത്ത് പുറത്ത്. തന്റെ കഥാപാത്രത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കണമെന്ന് സൂചിപ്പിക്കുന്ന കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. നിർമ്മാതാവ് സോഫിയ പോളിനാണ് ഷെയ്ൻ നിഗം കത്തയച്ചത്. വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, ഈ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഇത്തരത്തിൽ ഷെയ്ൻ നിഗത്തിനെതിരെയും ശ്രീനാഥ് ഭാസിക്കെതിരെയും ഇത്രയും വലിയൊരു കടുത്ത തീരുമാനത്തിലേക്ക് നിർമ്മാതാക്കൾ കടന്നത്? ദേവിക, തീർച്ചയായും ഈ കത്തിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഷെയ്ൻ നിഗം ഈ RDX എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ പെരുമാറിയത് മോശമായിട്ടാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ സോഫിയ പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മീറ്റിംഗിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ അവർ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ രണ്ടിന്റെയും അടിസ്ഥാനത്തിലാണ് സോഫിയ പോൾ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് ഒരു പരാതി നൽകിയത്. അതാണ് ഷെയ്ൻ നിഗത്തിനെതിരായാണ് കൃത്യമായി റിട്ടേൺ പരാതി ഉള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ഇതിനെ വിലക്കിക്കൊണ്ട് ഷെയ്ൻ നിഗത്തിനെ വിലക്കിക്കൊണ്ട് ഒരു തീരുമാനം എടുത്തത്. ഈ സംഭവം ഇങ്ങനെയാണ്. ഈ ഷെയ്ൻ നിഗം RDX എന്ന സിനിമയുടെ ലൊക്കേഷനിൽ എത്തുമ്പോൾ കൃത്യമായ പ്രാധാന്യം, അതായത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നാണ് ഷെയ്ൻ നിഗത്തോട് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ തന്റെ കഥാപാത്രത്തിന് കൃത്യമായ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്ന് തനിക്ക് തോന്നിയതായും അതിൽ വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഷെയ്ൻ നിഗം സോഫിയ പോളിന് കത്തയച്ചിരിക്കുന്നത്. ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതിന്റെ മാർക്കറ്റിംഗ് രീതികളും തനിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കണം ഇതിന്റെ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ പോസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ വരേണ്ടത് എന്ന് ഷെയ്ൻ നിഗം കൃത്യമായി ഈ കത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞതിന് ശേഷം ഇത് തന്നെ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഷെയ്ൻ നിഗവും അമ്മയെ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവർ ബഹളം വയ്ക്കുകയും തുടർന്ന് ബി ഉണ്ണികൃഷ്ണൻ, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് ബി ഉണ്ണികൃഷ്ണൻ ഇടപെട്ട് ഈ വിഷയത്തിൽ സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ബി ഉണ്ണികൃഷ്ണനാണ് ഇതിനകത്ത് ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഭാഗികമായി ഷെയ്ൻ നിഗത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഈ വിഷയത്തിൽ ഒരുപാട് നഷ്ടം ഷെയ്ൻ നിഗം ഉണ്ടാക്കിയെന്നും കൃത്യമായി ഷൂട്ടിങ്ങിനും അതുപോലെ തന്നെ ഡബിങ്ങിനും സഹകരിച്ചില്ല എന്നും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള നഷ്ടം തനിക്ക് ഉണ്ടാക്കിയതെന്നും കാണിച്ചുകൊണ്ട് സോഫിയ പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയത്. ഇതിലൊരു തീരുമാനം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ ഷെഫ്കയും ഒപ്പം അമ്മ സംഘടനയും ചേർന്നുകൊണ്ട് ഷെയ്ൻ നിഗത്തിനെതിരെ നടപടി എടുക്കുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ വരികയും അദ്ദേഹത്തെ വിലക്കിക്കൊണ്ട് ഉള്ള ഒരു തീരുമാനം പുറത്തുവരികയും ചെയ്തത്. ദേവിക, അശ്വതി, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ശ്രീനാഥ് ഭാസി അമ്മ സംഘടനയിൽ ചേരാനായി ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. അമ്മയും കൂടി കൈവിട്ട് കഴിഞ്ഞാൽ തനിക്ക് സിനിമയിലേക്ക് അവസരമുണ്ടാകില്ല എന്നൊരു ഭയം കൊണ്ടാണ് ശ്രീനാഥ് അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതെന്നും ആരോപണമുണ്ട്. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ? അമ്മ ആ ഒരു റിക്വസ്റ്റ് സ്വീകരിച്ചിട്ടുണ്ടോ? നിലവിൽ അത്തരത്തിലുള്ള വാർത്തകളില്ല. ശ്രീനാഥ് ഭാസിക്ക് നിലവിൽ അമ്മയിൽ അംഗത്വമില്ല എന്നും അമ്മയിൽ അംഗത്വമില്ലാത്ത ആളുകളെ സംരക്ഷിക്കേണ്ട ബാധ്യത തങ്ങൾക്കില്ല എന്നും കഴിഞ്ഞ ദിവസം തന്നെ ഇടവേള ബാബു വ്യക്തമാക്കിയിരുന്നു. അതായത് അമ്മയിൽ അംഗത്വമുള്ള ആളുകൾ ആണെങ്കിൽ കൂടി അത് അവർക്ക് പ്രൊഡ്യൂസേഴ്സുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ ഒരു പരിഹാരം തേടുകയാണ് ചെയ്തത്. ന്യായം ആരുടെ ഭാഗത്താണ് എന്നത് സംബന്ധിച്ചായിരിക്കും അതിലൊരു തീരുമാനമുണ്ടാവുക. പക്ഷെ അമ്മയിൽ അംഗത്വമില്ലാത്ത ആളുകൾക്ക് അത്തരത്തിൽ സംരക്ഷണം നൽകേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് കഴിഞ്ഞ ദിവസം ഇടവേള ബാബു വ്യക്തമാക്കിയത്. ഇതിന്റെയൊക്കെ ആയിരിക്കണം അമ്മയിൽ അംഗത്വം എടുക്കാനുള്ള ഒരു നീക്കം നടത്തിയത്. പക്ഷേ അക്കാര്യത്തിൽ അമ്മ ഇതുവരെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. അത് മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഇപ്പോൾ അമ്മയും അതുപോലെ തന്നെ ഷെഫ്കയും ഒപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്ന് എടുത്ത തീരുമാനത്തെ ഫിലിം ചേംബർ കഴിഞ്ഞ ദിവസം പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം സംഘടനകൾ വ്യക്തമായി ഷെയ്ൻ നിഗത്തിനും അതുപോലെ തന്നെ ശ്രീനാഥ് ഭാസിക്കുമെതിരെ ഈ നടപടി എടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ആ നടപടിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്ന് ശ്രീനാഥ് ഭാസിയെ സംരക്ഷിക്കുന്ന തരത്തിൽ ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ദേവിക,
അശ്വതി, എന്നാൽ ഷെയ്ൻ നിഗം അമ്മ സംഘടനയിലെ ഒരു അംഗം തന്നെയാണ്. കഴിഞ്ഞ വട്ടം ഷെയ്ൻ നിഗത്തിനെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരിഞ്ഞപ്പോൾ പൊടുന്നനെ തന്നെ ഷെയ്ൻ അമ്മയിൽ അംഗത്വം സ്വീകരിക്കുകയായിരുന്നു. ആ ഒരവസ്ഥയിൽ ഒരംഗമായ നടനെ അമ്മ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് കരുതാൻ സാധിക്കുമോ ഷെയ്നിന്റെ കാര്യത്തിൽ? ഷെയ്നിന്റെ കാര്യത്തിലും അത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് അമ്മ സംഘടന തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ അമ്മ സംഘടനാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഷെസ്ലിയും അമ്മയും ഒപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്നുകൊണ്ടെടുത്ത ഒരു തീരുമാനമാണ് ഷെയ്ൻ നിഗത്തെയും അതുപോലെ തന്നെ ശ്രീനാഥ് ഭാസിയെയും വിലക്കുക എന്നുള്ളത്. അത് പ്രൊഡ്യൂസേഴ്സ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കൊപ്പം നിൽക്കുന്നു എന്ന് അമ്മ സംഘടന തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ചർച്ചകൾ ഇനി ഇരുവരുമായി കൂടി ചേർന്ന് അവരുടെ ഭാഗങ്ങൾ കേട്ട് അത്തരത്തിലൊരു ചർച്ചകൾക്ക് ശേഷം മാത്രമേ അത്തരം തീരുമാനമുണ്ടാവുകയുള്ളൂ. പക്ഷെ നിലവിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനത്തിനൊപ്പം തന്നെയാണ് അമ്മ സംഘടന നിൽക്കുന്നത്. ദേവിക. വ്യക്തമാണ്. നടൻ ഷെയ്ൻ നിഗത്തെ സിനിമാ സംഘടനകൾ വിലക്കാനിടയായ കത്ത് പുറത്ത്. തന്റെ കഥാപാത്രത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കണമെന്ന് സൂചിപ്പിക്കുന്ന കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. നിർമ്മാതാവ് സോഫിയ പോളിനാണ് ഷെയ്ൻ നിഗം കത്തയച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അശ്വതി.